എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ RPF റെയിൽവേ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ റാങ്ക് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ റാങ്കിലേക്കും ഇപ്പോൾ വിജ്ഞാപനം റെയിൽവേ പുറത്തുവിട്ടിട്ടുണ്ട്. അതിന് അപേക്ഷ നൽകേണ്ടത് 15/4/2024 അതായത് നാളെ മുതൽ മെയ് 14 വരെ അപേക്ഷ നൽകാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതായത് സബ് ഇൻസ്പെക്ടർ RPF സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സാലറിയുടെ ഇനിഷ്യൽ പേ വരുന്നത് 35,400 വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഏജ് വരുന്നത് 20 വയസ്സ് മുതൽ 20 വയസ്സിനും 28 വയസ്സിനും ആണ് ഏജ് വരുന്നത്. അതിൻ്റെ വേക്കൻസീസ് പറഞ്ഞാൽ 452 വേക്കൻസീസ് സബ് ഇൻസ്പെക്ടർ റാങ്കിലുണ്ട്. അതുപോലെ തന്നെ RPF കോൺസ്റ്റബിൾ റാങ്ക് മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ആണ് വരുന്നത്. അതിൻ്റെ ഇനിഷ്യൽ പേ സാലറി എന്ന് പറഞ്ഞാൽ 21,700 വരുന്നത്. അതുപോലെ തന്നെ 18 വയസ്സും 28 വയസ്സുമാണ്. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് അപേക്ഷിക്കാവുന്ന പ്രായം. അതിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ 4,208 വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ടോട്ടൽ 4,660 വേക്കൻസീസാണ് വരുന്നത്. പിന്നെ ഈ ഏജിൻ്റെ കാര്യം റിലാക്സേഷൻ കാണും. അതുപോലെ OBCക്കും SC/STക്കും റിലാക്സേഷൻ കാണും. അത് ചെക്ക് ചെയ്താൽ മതി, റെയിൽവേയുടെ സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഈ നമ്മൾ PSC പോലല്ല, ഇതിനൊരു ഫീ ഉണ്ട്. അതായത് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്, അതായത് ജനറൽ കാൻഡിഡേറ്റിന് 500 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. 500 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. 500 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ 400 രൂപ നമുക്ക് റീഫണ്ടായിട്ട് കിട്ടും. അതായത് CBT എക്സാം, CBT മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ അടയ്ക്കുന്ന ജനറൽ കാൻഡിഡേറ്റാണ്. 500 രൂപ അടയ്ക്കുന്ന ജനറൽ കാൻഡിഡേറ്റിന് 400 രൂപ റീഫണ്ടായിട്ട് അക്കൗണ്ടിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ബിലോങ്സ് ടു SC/ST കാൻഡിഡേറ്റ്, എക്സ് സർവീസ് മാന്, ഫീമെയിൽ മൈനോറിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും SC/ST വിഭാഗക്കാർക്കും, അതുപോലെ തന്നെ മൈനോറിറ്റീസ് ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ വരുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ 250 രൂപയാണ് അവർക്ക് ഫീസായിട്ട് വരുന്നത്. ആ 250 രൂപ അടയ്ക്കുന്ന 250 രൂപ അടച്ചു കഴിഞ്ഞാൽ അവർ CBT എക്സാം, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് 250 രൂപ തന്നെ റീഫണ്ടായിട്ട് കിട്ടും. അപ്പം ജനറലിന് 500 രൂപ ഫീ സ്ട്രക്ചറും, അതുപോലെ തന്നെ പെൺകുട്ടികൾ SC/ST മൈനോറിറ്റീസിന് 250 രൂപയാണ് അഡ്മിഷൻ ഫീ ആയിട്ട് വരുന്നത്. പിന്നെ ഇത് അഡ്മിഷൻ ഫീ ആയിട്ട് വരുന്നത് 500 രൂപ അടയ്ക്കുന്നവർക്ക് ജനറൽ ക്ലാസ്സിന് 500 രൂപ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് 400 രൂപ CBT എക്സാം എഴുതി കഴിയുമ്പോൾ 400 രൂപ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ 250 രൂപ അടയ്ക്കേണ്ട വിഭാഗക്കാർക്ക് 250 രൂപ CBT എക്സാം എഴുതി കഴിയുമ്പോൾ അവർക്ക് റീഫണ്ടായിട്ട് അക്കൗണ്ടിൽ കയറുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയുമാണ് നമ്മുടെ റെയിൽവേ RRBയുടെ സോൺസ് വരുന്നത്. അതിനകത്ത് നമ്മളുടെ RRBയുടെ സോൺസ് വരുന്നത് നമ്മൾ മിക്കവാറും ചെന്നൈ നമുക്ക് തിരുവനന്തപുരം സോണുണ്ട്, തിരുവനന്തപുരവും ചെന്നൈയും ഉണ്ട് നമുക്ക് അടുത്തായിട്ട് വരുന്ന സോണുകൾ. അപ്പം ഇതാണ് നമ്മുടെ റെയിൽവേയുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ കയറി നാളെ മുതൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതായത് പോലീസിലോട്ടൊക്കെ നോക്കുന്നത്, സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ SI ഒക്കെ നോക്കുന്നവർ ഇതിലൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. മാക്സിമം നമ്മൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ഇത് മുതലാക്കുക എന്നുള്ളതാണ്. അതായത് PSC നമ്മൾ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പോലീസിൽ SIയും അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറും ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർ മാക്സിമം ഒന്ന് അപ്ലൈ ചെയ്യുക. മാക്സിമം അപ്ലൈ ചെയ്യുക. വലിയ തുകയൊന്നുമില്ല, അപ്ലൈ ചെയ്യുക. മാക്സിമം അപ്ലൈ ചെയ്ത് എക്സാം കൂടെ എഴുതുക. PSC നോക്കുന്നതിനോടൊപ്പം തന്നെ RPF നോക്കുക. നമുക്ക് ഏതാണ് ആദ്യം കിട്ടുന്നതെന്ന് വെച്ചാൽ അതിന് പോകാമല്ലോ. അപ്പം മാക്സിമം നോക്കുക. അതുപോലെ തന്നെ പോലീസ് ജോലി നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവർ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സുകൾക്കായി നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോടെ അമർത്തി വെക്കുക.